അടുത്ത ചോദ്യം, അഭൗമം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ഭൂമിയെ സംബന്ധിച്ചത്, ഓപ്ഷൻ ബി ഭൂമിയെ സംബന്ധിച്ചല്ലാത്തത്, ഓപ്ഷൻ സി വിവരിക്കാനാവാത്തത്, ഓപ്ഷൻ ഡി ഭംഗിയേറിയത്. അഭൗമം എന്ന വാക്കിന്റെ അർത്ഥം ഭൂമിയെ സംബന്ധിച്ചത് അല്ലാത്തത് എന്നാണ്. ഭൂമിയുമായിട്ട് ബന്ധപ്പെടാത്തതിനെയാണ് എന്ത് എന്ന് പറയാ? അഭൗമം എന്ന് പറയുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ അശ്വതി പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഓപ്ഷൻ ബി പോക്കറ്റടിക്കാരൻ ഒരു മനുഷ്യൻ, ഓപ്ഷൻ സി സൂര്യ നമ്പൂതിരിപ്പാട് മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി പപ്പു ഓടയിൽ നിന്ന്. 4 കഥാപാത്രങ്ങളും അതുപോലെ തന്നെ കൃതികളുമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സൂര്യ നമ്പൂതിരിപ്പാട് മാർത്താണ്ഡവർമ്മ. സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഇന്ദുലേഖയിലെ കഥാപാത്രമാണ്, മാർത്താണ്ഡവർമ്മയിലേതല്ല. അപ്പം തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ്, സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രമാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഒ ചന്തുമേനോനാണ് ഇന്ദുലേഖ രചിച്ചിട്ടുള്ളത്. അതൊക്കെ ഓർത്തിരിക്കുക. ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയിലെ കഥാപാത്രമാണ് സൂര്യ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ്? ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ്? 4 സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ആനന്ദ തീർത്ഥ. ഈ വരികൾ പറഞ്ഞിട്ടുള്ളത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന വരികൾ വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, ഉണ്ടച്ചോറിൽ കല്ലിടുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ നന്ദികേട് കാണിക്കുക, ഓപ്ഷൻ ബി തീർത്തു പറയുക, ഓപ്ഷൻ സി ലക്ഷ്യം സാധിക്കുക, ഓപ്ഷൻ ഡി കഴിക്കുന്ന ചോറിൽ കല്ലിടുക. ഉണ്ടച്ചോറിൽ കല്ലിടുക എന്ന ശൈലി, ഉണ്ടച്ചോറിൽ കല്ലിടുക എന്ന ശൈലി സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നന്ദികേട് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഉണ്ടച്ചോറിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം നന്ദികേട് കാണിക്കുക. അടുത്ത ചോദ്യം, കാക്കനാടൻ എന്ന തൂലികാനാമം ആരുടേതാണ്? ഓപ്ഷൻ എ ജോർജ് വർഗീസ്, ഓപ്ഷൻ ബി വി അയ്യപ്പൻ, ഓപ്ഷൻ സി സക്കറിയ, ഓപ്ഷൻ ഡി MK മേനോൻ. കാക്കനാടൻ എന്ന തൂലികാനാമം ആരുടേതാണ്? ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. വി അയ്യപ്പന്റെ തൂലികാനാമം എന്താണ്? കോവിലൻ എന്നതാണ് വി അയ്യപ്പന്റെ തൂലികാനാമം. സക്കറിയയുടെ യഥാർത്ഥ പേര് പോൾ സക്കറിയ എന്നാണ്. പോൾ സക്കറിയ. MK മേനോൻ വിലാസിനിയാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിലാണ് MK മേനോൻ അഥവാ മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, കാക്കനാടൻ എന്ന തൂലികാനാമം ജോർജ് വർഗീസിൻ്റെതാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി അയ്യപ്പനാണ്. പോൾ സക്കറിയയുടെ യഥാർത്ഥ നാമം പോൾ സക്കറിയ എന്നുള്ളതാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. 16ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ലോക പുസ്തക ദിനം എന്ന് 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ ഏപ്രിൽ 19, ഓപ്ഷൻ ബി മാർച്ച് 21,
ഓപ്ഷൻ സി ഏപ്രിൽ 21, ഓപ്ഷൻ ഡി ഏപ്രിൽ 23. ലോക പുസ്തക ദിനം എന്ന്. ഓപ്ഷൻ എ ഏപ്രിൽ 19, ഓപ്ഷൻ ബി മാർച്ച് 21, ഓപ്ഷൻ സി ഏപ്രിൽ 21, ഓപ്ഷൻ ഡി ഏപ്രിൽ 23. ഏപ്രിൽ 23 ആണ് ലോക പുസ്തക ദിനം. ഓർത്തു വയ്ക്കുക, ലോക പുസ്തക ദിനം ഏപ്രിൽ 23 ആണ്. 19ാമത്തെ ചോദ്യം, കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉള്ളൂർ രചിച്ച കൃതി ഏത്? കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉള്ളൂർ രചിച്ച കൃതി ഏത്? ഓപ്ഷൻ എ കേരള പാണിനീയം, ഓപ്ഷൻ ബി കേശവീയം, ഓപ്ഷൻ സി ഉമാകേരളം, ഓപ്ഷൻ ഡി ശാകുന്തളം. കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉള്ളൂർ രചിച്ച കൃതി ഏത്? ഉള്ളൂർ രചിച്ചിട്ടുള്ള കൃതി ഉമാകേരളമാണ്. കേരള ചരിത്രത്തെ ആസ്പദമാക്കിയിട്ട് ഉള്ളൂർ രചിച്ചിട്ടുള്ള കൃതി ഉമാകേരളമാണ്. ഉള്ളൂർ രചിച്ചിട്ടുള്ള മഹാകാവ്യമാണ് ഏത്? ഉമാകേരളം എന്ന് പറയുന്നത്. ഉള്ളൂരിന്റെ മഹാകാവ്യമാണ് ഉമാകേരളം. അടുത്ത ചോദ്യം, യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ കേരളത്തിന്റെ കലാരൂപം ഏത്? യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ കേരളത്തിന്റെ കലാരൂപം. ഓപ്ഷൻ എ ഓട്ടൻതുള്ളൽ, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി പടയണി, ഓപ്ഷൻ ഡി മുടിയേറ്റ. 2010 ഡിസംബറിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ അംഗീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ കലാരൂപം എന്ന് പറയുന്നത് മുടിയേറ്റാണ്. 2010 ഡിസംബറിലാണ് മുടിയേറ്റിന് ലോക പൈതൃക പട്ടികയിൽ ഇടം ലഭിച്ചിട്ടുള്ളത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മറ്റൊരു കലാരൂപമുണ്ട്, അത് കൂടിയാട്ടമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് അവാർഡുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ പോയിന്റ്, സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം 1993 ഏർപ്പെടുത്തി. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. അവാർഡ് 5 ലക്ഷം രൂപ. 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ വയലാർ അവാർഡ്, ഓപ്ഷൻ ബി ഓടക്കുഴൽ അവാർഡ്, ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം, ഓപ്ഷൻ ഡി വള്ളത്തോൾ പുരസ്കാരം. ഈ പോയിന്റുകൾ ഇതിൽ ഏത് പുരസ്കാരവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. 1993 ഏർപ്പെടുത്തി. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. അവാർഡ് 5 ലക്ഷം രൂപ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്ന 1993 ഏർപ്പെടുത്തിയ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 5 ലക്ഷം രൂപയാണ് അവാർഡ് തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് എസ് കെ വസന്തൻ മാഷാണ്. 2023 2022 പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സേതുവിനായിരുന്നു. 2021 പി വത്സലയായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരുന്നത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുരസ്കാരങ്ങൾ ഓർത്തിരിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 2023 എസ് കെ വസന്തൻ മാഷിനും ലഭിച്ചു. ഇത് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാഹിത്യ ബഹുമതിയാണ്. ഇതുപോലെ തന്നെ ഭാരത സർക്കാർ നൽകുന്ന പരമോന്നതമായിട്ടുള്ള സാഹിത്യ ബഹുമതിയുണ്ട്. അത് ജ്ഞാനപീഠമാണ് കേട്ടോ. ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് ജ്ഞാനപീഠമാണ്.